ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. സൂപ്പർ ജിന്ദഗി എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ മെയിൻ കഥാപാത്രമായി എത്തിയ പടം. ആ പടം മനോരമ മാക്സിലൂടെ ഓഗസ്റ്റ് 1 എന്ന് ചെന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പരം സുന്ദരി എന്ന് പറഞ്ഞിടത്തിലത്തെ ഫസ്റ്റ് പാട്ട് പരദേശി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ പടത്തിലത്തെ രണ്ടാമത്തെ പാട്ട് വരാൻ പോകുന്നുണ്ട്. ബീഗി സാരി എന്നുള്ള രീതിയിലാണ് പാട്ടിന് പേര് കൊടുത്തിട്ടുള്ളത്. അത് ഓഗസ്റ്റ് 8 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ തമിഴ് എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഒന്ന് സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്ന് പറഞ്ഞ 4 ഭാഷകളിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞതിൻ്റെ നോർത്ത് ഇന്ത്യയിലത്തെയും കർണാടകയിലത്തെയും തമിഴ്നാട്ടിലെയും തെലുങ്കാനത്തെയും അതുമാതിരി ആന്ധ്രാപ്രദേശിലെയും ഒക്കെ തിയേറ്ററിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കേരളത്തിലത്തെ തിയേറ്ററിസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഹൗസ്മേറ്റ്സ് എന്ന് പറഞ്ഞിടത്തിൻ്റെ യുഎയിലത്തെയും GCCയിലത്തെയും തിയേറ്ററിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെന്നൈ സിറ്റിയിലത്തെയും ചെങ്കൽപ്പേറ്റത്തെയും തിയേറ്ററിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോർത്ത് ആർക്കോട്ടത്തെയും സൗത്ത് ആർക്കോട്ടത്തെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ കോയമ്പത്തൂർ ഭാഗത്തുള്ള തിയേറ്ററിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. തൃച്ചി, സേലം അവിടത്തെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രം സോ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ കേരളത്തിലത്തെ തിയേറ്ററിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വെഫർ ഫിലിംസാണ് ഈ പടം ഇവിടെ റിലീസിന് എത്തിക്കുന്നത്. എന്തായാലും പടം എന്നാണ് റിലീസിന് എത്തിയിട്ടുള്ളത് തിയേറ്റേഴ്സിൽ. പിന്നെ മുതൽ പക്കം എന്ന് പറഞ്ഞതിൻ്റെ ജോക്ക് ബോക്സ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ വന്നിരുന്നു, അത് 1 മില്യൺ+ വ്യൂസ് കഴിഞ്ഞു. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞിടത്തിലത്തെ ദിയ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ആന്ധ്രാപ്രദേശിലെയും തെലുങ്കാനത്തെ റിലീസ് എടുത്തിരിക്കുന്നത് വിഘ്നേശ്വര എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡക്കേർട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് മൃണാൾ താക്കൂർ ബർത്ത്ഡേയായിട്ട് ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ജൂലിയറ്റ് എന്നാണ് പടത്തിലത്തെ ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ സുന്ദരകാന്ഡ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു പാട്ട് വരുമെന്ന് പറഞ്ഞാൽ പ്ലീസ് പ്ലീസ് മാം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് വന്നിട്ടുണ്ട്. പിന്നെ ചൈന പീസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ G2 ഗുഡാജാറ്റി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്ന് അതിൻ്റെ റൈറ്ററായിട്ടുള്ള അബൂരി രവി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബർത്ത്ഡേയായിട്ട് ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കി. പിന്നെ കയാട് ലോഹറും പ്രീറ്റും മുന്തനും കൂടിയിട്ടുള്ള ഒരു പുതിയ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സാർ മേഡം എന്ന് വെച്ചാൽ തലയും എന്ന് പറഞ്ഞ പടത്തിൻ്റെ തെലുങ്ക് വെർഷനാണ്. ആ പടം ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും കൂടിയിട്ട് 250 കൂടുതൽ സ്ക്രീൻസിലാണ് പുറത്തിറങ്ങാൻ പോകുന്നത് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദ കഞ്ചറിങ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം സെപ്റ്റംബർ 5 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യ അഭിനയിച്ച പടം അത് സി5 ഓഗസ്റ്റ് 8 റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്, OTT റിലീസ്. പിന്നെ 3 ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്ന് OTT റിലീസ് ആയിട്ടുണ്ട് ആമസോൺ പ്രൈമിലൂടെ. പിന്നെ ദേ കോൾ ഹിം മോജി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് 2 പുതിയ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ഇതാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ്, വേണ്ടവർക്ക് അയച്ചു നോക്കാം. രണ്ടാമത്തതാണ് ഫസ്റ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ് ഈ ഓഗസ്റ്റ് 2 എന്ന് വെച്ചാൽ നാളെ. എന്തായാലും ഫയർ സ്റ്റോം എന്നാണ് പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഗംഭീര സാധനമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലുള്ള സംഭവം തന്നെയാണ് ഞാൻ മുന്നേ കാണിച്ച പോസ്റ്ററിലുള്ളത്, വലുതാക്കി മാത്രം. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞ റിലീസ് ഇന്നലെ എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടും അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൻ്റെ നോർത്ത് അമേരിക്കയിലത്തെ കളക്ഷൻ 1 മില്യൺ+ ആയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ പോലെ കേക്ക് കട്ടിങ് ഒക്കെ നടന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിടത്തിലത്തെ ആവൻ ജാവൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നി, വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിൻ്റെ വൈശാഖ് എടുക്കുന്ന പടം. ആ പടത്തിൽ 5 സോങ്ങും അതേമാതിരി 5 ഫൈറ്റും ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഓരോ അടി കഴിയുമ്പോൾ ഓരോ പാട്ടാണോ എന്നുള്ള അറിയത്തില്ല, എന്തായാലും നോക്കി നോക്കാം. പിന്നെ ഡ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രദീപ് രംഗനാഥൻ മെയിൻ കഥാപാത്രമായിരുന്നു അവിടെ. അവിടത്തിൻ്റെ കുറച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ ഫോട്ടോസൊക്കെ കിട്ടിയിരുന്നു, അതിലത്തെ ഫോട്ടോസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പടത്തിൽ ശിവകാർത്തികൻ ഒരു ക്യാമിയോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്, എന്തായാലും വരട്ടെ. പിന്നെ ശിവകാർത്തികൻ്റെ മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് ഇനി റിലീസിന് എത്താറുള്ളത് സെപ്റ്റംബർ 5. ഞാറുമുറിക ദിവസം എടുക്കുന്ന പടമാണ്, 2 മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലത്തെ വസിംഗായിട്ടുള്ള സ്ഥലംബലം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിലവരെന്ന് പറഞ്ഞിരുന്നു, വന്നിട്ടുണ്ട്. എന്തായാലും സാഹിബ് ബിൻകറാണ് പാട്ട് പാടിയിട്ടുള്ളത്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ദൃശ്യം 3 എന്ന് പറഞ്ഞിടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് 50 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഈ പടത്തിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ആൾ വേറെ പടത്തിലൂടെ അഭിനയിക്കുന്നുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. അത് തുടക്കം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ മകൾ അഭിനയിക്കുന്ന പടത്തിലാണ്. ആ പടത്തിൽ മോഹൻലാലിന് 30 ദിവസത്തെ ഷൂട്ടാണ് ഉള്ളതെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ രണ്ടും. പിന്നെ പ്രഭാസിൻ്റെ രജാസ്വപ്നമായിട്ടുള്ള പടം ജനുവരി 9 റിലീസിനെത്തും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട് 2026. അത് വരില്ല എന്നുള്ള അറിയത്തില്ല. എന്തായാലും ആ ദിവസമാണ് തലവത്തി ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസ് പറഞ്ഞിട്ടുള്ളത്. അത് മാറാനും വിചാരിച്ചില്ല. എന്തായാലും ഗംഭീര ക്ലാസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ ഫ്രീ കൂടെ വിളിക്കും. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.